സ്വീകരിച്ച് ഇനി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും, ഉള്ളിലെ ചാപ്പലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവരുടെ കേന്ദ്രത്തിലെ ഉള്ളിൽ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിലേക്കായിരിക്കും പാപ്പായെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഇവിടെയുള്ള എല്ലാവരുമായും പാപ്പ സംവദിക്കുന്നത്. ഏകദേശം 10-36ഓളം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു നഴ്സിംഗ് ഹോമാണിത്, തുർക്കിയിലെ നഴ്സിംഗ് ഹോമാണിത്. അവിടെ ആദ്യമായിട്ടാണ് ഒരു കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഷെക്കേന ന്യൂസിലൂടെ തീർച്ചയായിട്ടും ഈ കോൺഗ്രിഗേഷനെ കുറിച്ചും അതുപോലെ ഇവിടുത്തെ ഈ നഴ്സിംഗ് ഹോമിനെ കുറിച്ചും എല്ലാം കൃത്യമായ റിപ്പോർട്ടുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ ചാപ്പലിലേക്കാണ് പാപ്പ എത്തുന്നത്. ഇവിടെ വെച്ച് പാപ്പ ഇവിടെ ഉള്ള അന്തേവാസികളുമായിട്ടും അവിടെ എത്തിയിരിക്കുന്ന ആളുകളുമായിട്ടുമെല്ലാം തത്സമയം പാപ്പ സംവദിക്കുന്നതാണ്. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന് പറയുന്ന സന്യാസിനി സമൂഹത്തിൽ ഇവിടെ പാപ്പ സന്ദർശിക്കാൻ എത്തുമ്പോൾ ഓർക്കുക, നമ്മുടെ മലയാളിയായ സിസ്റ്റർ കൂടി ഇവിടെ ഉണ്ട്. ഓർക്കുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ നഴ്സിംഗ് ഹോമിലും മലയാളി ഉണ്ട്, സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററാണ് ഇന്നലെ നമ്മളുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട്